നന്മയുണ്ട്, തിന്മയുണ്ട്. ഇങ്ങനെ പറയുന്ന രണ്ടാളത്വങ്ങൾ നിത്യമാണെന്ന് പറയുന്ന വാദങ്ങളെയാണ് ദ്വിത്വവാദം അല്ലെങ്കിൽ ഡ്യുവലിസം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഡ്യുവലിസം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ദൈവമുണ്ട്, സാത്താനുമുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവവും സാത്താനും തുല്യ ശക്തികൾ അല്ലവേ അല്ല, ഒരിക്കലുമല്ല. ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് ദൂതന്മാർ. ആ ദൂതന്മാരിൽ ഒരുവനാണ് സാത്താൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുഷ്ടദൂതന്മാരിൽ ഒരുത്തനായി സാത്താൻ മാറി. അതുകൊണ്ട് ദൈവത്തിന്റെ തുല്യശക്തിയുള്ള ഒരാളാണ് സാത്താൻ എന്നൊന്നും നമ്മൾ വിശ്വസിച്ചു പോകരുത്. അങ്ങനെ വിശ്വസിച്ചെങ്കിൽ നമുക്ക് ദൈവവചനം അറിയത്തില്ലാത്തതുകൊണ്ട് സംഭവിച്ചെന്നേ ഉള്ളൂ. ഇന്ന് അത് തിരുത്തപ്പെടണം. ഡ്യുവലിസം എന്ന് പറയുന്നത് രണ്ടടിസ്ഥാന ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ്. 13ാമത്തെ വിശ്വാസം ടോട്ടമിസം. ടോട്ടമിസം എന്ന് പറയും. ടോട്ടമിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ചില മൃഗങ്ങളെയോ ചിഹ്നങ്ങളെയോ ദൈവികമായി ആരാധിക്കുക. ചില ഗോത്ര വിശ്വാസ ചിന്തകളാണ് ഈ വിശ്വാസ സംഹിതകളെല്ലാം. അപ്പൊ നമ്മളൊന്ന് ഓർത്തു നോക്കണേ, നമ്മുടെ പഠനം വളരെ ഗൗരവമായിട്ട് പഠിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ എത്രയോ പ്രിയപ്പെട്ടവരാണ് ഇന്ന് ലോകത്തിലുള്ളത് എന്നൊന്ന് ഓർത്തു നോക്കി. ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ അടിമയായിരിക്കും ഒരു മനുഷ്യൻ എന്ന യാഥാർത്ഥ്യം ഒന്ന് ഓർത്തി. നമ്പർ 14, വിഗ്രഹാരാധന, ഐഡോലാട്രി. എന്താണ് ഈ വിഗ്രഹാരാധന? ദൈവത്തിന് പകരം മനുഷ്യനുണ്ടാക്കുന്ന രൂപങ്ങളെയോ വസ്തുക്കളെയോ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. ദൈവത്തെക്കാൾ മറ്റെന്തിനും ആരാധന, പ്രാധാന്യം, വിശ്വാസം എന്നിവ നൽകുന്നത് വിഗ്രഹാരാധനയാണ്. ദൈവത്തെക്കാൾ ഉപരി എന്തിനെങ്കിലും സ്നേഹിക്കുന്നത് വിഗ്രഹാരാധനയാണ്. അതാണ് ഐഡോലാട്രി എന്ന് പറയുന്നത്, വിഗ്രഹാരാധന. അതാണ് വിശ്വാസം. അതിന്റെ ടൈപ്സ് ഞാൻ താഴെ കിടപ്പുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഐഡോലാട്രി. ഒന്ന് കല്ലാരാധന അല്ലെങ്കിൽ ശിലാരാധന. അതിന് പറഞ്ഞു വരാം ലിത്തോലാട്രി. ലിത്തോ എന്ന് പറഞ്ഞാൽ കല്ലുകൾ അല്ലെങ്കിൽ ശിലകൾ, ശിലാരാധന. ഡെൻഡോലാട്രി എന്ന് പറഞ്ഞാൽ വൃക്ഷാരാധന ഉണ്ടോ. വൈറോലാട്രി എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധനകൾ. സൂ നമുക്കറിയാം, സുവോളജി, സൂ മൃഗശാല. സോ സൂലാട്രി മീൻസ് മൃഗാരാധന. നെക്രോലാട്രി മരിച്ചവരെ ആരാധിക്കുക. മാരിയോലാട്രി മറിയ ആരാധന. ആധുനിക വിഗ്രഹങ്ങളാണ് ടെക്നോളജിയും ഫെയിമും പൊളിറ്റിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഇന്ന് വിഗ്രഹങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ഈ AI എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഇന്ന് വിഗ്രഹങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ടെക്നോളജി ഒരു വിഗ്രഹമായി മാറുക. ഫെയിം, നമ്മുടെ ഫെയിമിന് വേണ്ടി, ഫെയിം എന്ന് പറയുമ്പോൾ ഫേമസ്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഫേമസ് ആകാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്നതെല്ലാം ഒരു വിഗ്രഹാരാധനയ്ക്ക് സമമാണ്. പൊളിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നോക്കൂ, ഇതെല്ലാം ഐഡോലാട്രി, വിഗ്രഹാരാധനയുടെ ഭാഗമാണ്. ദൈവത്തിന് പകരം മനുഷ്യന് ഉണ്ടാക്കുന്ന രൂപങ്ങളെയോ വസ്തുക്കളെ ആരാധിക്കുന്ന വിഗ്രഹാരാധനയിലേക്ക് നമ്മൾ അത് വഴിമാറുന്നില്ല. നമ്മളാരും വിഗ്രഹാരാധികളല്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, ലോകത്തിൽ ഇങ്ങനെയുള്ള ധാരാളം മതവിശ്വാസങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കൂ, അവർ ബിലീഫ് അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസ സംഹിതകളെ കുറിച്ചുകൂടെ നാം ഒന്ന് ശരിയായും മനസ്സിലാക്കേണ്ടിയിരിക്കുക. നമ്പർ 15, ട്രിനിറ്റേറിയനിസം എന്ന് പറയും. തൃത്വവാദം, ട്രൈയൂൺ ഗോഡ് അല്ലെങ്കിൽ ട്രിനിറ്റി ഓഫ് ഗോഡ്. നേരത്തെ ഒക്കെ ട്രിനിറ്റി എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ട്രിനിറ്റി എന്നുള്ളതിനേക്കാൾ ട്രൈയൂൺ എന്നാണ് പറയുന്നത്. ട്രൈയൂൺ ഗോഡ്, ത്രിയേക ദൈവം. ദൈവം ഏകനാണ്. അപ്പോൾ തന്നെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന മൂന്നാളത്വങ്ങളിൽ സ്ഥിതി ചെയ്യും. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു അടിത്തറ തന്നെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക സത്യദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓരോ മതങ്ങൾ അവരുടെ മതവിശ്വാസങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ
ചൊല്ലുക നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹങ്ങളിൽ അവർ വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ സമൂഹങ്ങളിൽ വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട്. മർത്തോമ CSI വിഭാഗങ്ങളിൽ വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട്. അവര് ഒരു ശവമടക്കാണേലും കല്യാണമാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട്. കാരണം ഞങ്ങളുടെ വിശ്വാസ പ്രമാണം ഇതാണ് എന്നവർ അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചൊല്ലാറുണ്ട്. വിശ്വാസ പ്രമാണം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ വിശ്വാസ പ്രമാണം തന്നെ എന്താണ്? കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമ സഭകളുടെ മുഴുവൻ വിശ്വാസ പ്രമാണവും എന്താണ്? ഒന്നാമത്തെ അടിസ്ഥാന വിശ്വാസ പ്രമാണം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് തന്നെയാണ് പെന്തക്കോസ്തിന്റെ വിശ്വാസം, ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം. പ്രൊട്ടസ്റ്റന്റ് ബിലീഫ് എന്ന് പറയും, ട്രിനിറ്റേറിയനിസം ആൻഡ് ഓൾസോ മോണോത്തീസം. അതാണ് 16. ഏകീശ്വരവാദം അല്ലെങ്കിൽ ഏക ദൈവ വിശ്വാസം, മോണോത്തീസം. ഒരേ ഒരു സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വിശ്വാസം. നിങ്ങൾ ശ്രദ്ധിക്കും, ഞാൻ 16 ദൈവവിശ്വാസങ്ങളെ കുറിച്ച് ഇവിടെ നമ്പർ ഇട്ട് എഴുതി. അത് കൂടാതെയാണ് നിരീശ്വരവാദത്തെക്കുറിച്ചും ഈശ്വരവിശ്വാസത്തെക്കുറിച്ചും എഴുതി. അങ്ങനെയെങ്കിൽ 16 18 വിശ്വാസ സംഹിതകളെ കുറിച്ച് ഞാൻ ഈ കുറഞ്ഞ സമയത്തിൽ ഈ സ്ക്രീനിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് ഞാൻ അവസാനം എഴുതി വച്ചിരിക്കുന്നതിന്റെ മേലിൽ ഒരു കുറിപ്പുകൾ എഴുതി. അവർ ബിലീഫ് അബൌട്ട് ഗോഡ്. നമ്മുടെ ദൈവവിശ്വാസം എന്താണ്? നാം അതിൽ അടിയുറച്ച് വിശ്വസിക്കണം. ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മോണോത്തിസ്റ്റിക് ബിലീഫ് നമ്മൾ വെച്ചു പുലർത്തുമ്പോൾ തന്നെ മൂന്നാളത്വങ്ങളെ സ്ഥിതി ചെയ്യുന്ന ഏക സത്യ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസ സംഹിത നമ്മൾ ശരിയായും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കും, ഞാൻ ഒരനുഭവം മാത്രം പറയാം. ഒരു വീട്ടിലിങ്ങനെ സുവിശേഷം പറയാൻ വേണ്ടി പോയി, ഇടയ്ക്കൊരു ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. ഇടയ്ക്കിങ്ങനെ സുവിശേഷം പറയാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോൾ അവരോട് സുവിശേഷം പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി അവരോട് പെട്ടെന്ന് കയറി നമ്മൾ യേശു ക്രിസ്തു ഏക രക്ഷകനെന്നോ ക്രിസ്തുവിനോടുള്ള മാർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രഹിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഈ ലോകത്തിൽ ഒത്തിരി മതവിശ്വാസങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒരു മതവിശ്വാസത്തിലാണ് താങ്കൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ മതവിശ്വാസങ്ങളെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ വളരെ ശ്രദ്ധാപൂർവം എന്നെ വീക്ഷിച്ചു. ശ്രദ്ധാപൂർവം എന്നെ വീക്ഷിച്ചതിന്റെ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന, അപ്പൊ ഞാൻ അവരുടെ ഭിത്തിയിലൊക്കെ നോക്കിയപ്പോൾ അവർ ഹൈന്ദവരാന്ന് മനസ്സിലായി. ഞാൻ ആ മതവിശ്വാസങ്ങളെ അത് എതിർക്കുകയല്ല, പകരം നിങ്ങൾ പോളിറ്റിസ്റ്റിക് ബിലീഫ്സ് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം വെച്ച് പുലർത്തുന്നു. പക്ഷെ ഞാൻ ബഹുദൈവ വിശ്വാസി അല്ല, ഏകദൈവ വിശ്വാസിയാണ്, മോണോത്തീസത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്റെ വിശ്വാസം മനസ്സിലായി. അവിടെ നിന്നുകൊണ്ട് ഞാൻ സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ഫൈനലായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല അവർ പറഞ്ഞു, ഞങ്ങളുടെ മകൻ വിവാഹം കഴിച്ചു, ഇതുവരെ മക്കളില്ല, ഞങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. എന്തിനധികം 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ടെലിഫോൺ വിളിച്ചു പറഞ്ഞു, ഞാൻ അന്ന് പ്രാർത്ഥിച്ചെങ്കിലും പിന്നീട് ഞാൻ പെട്ടെന്ന് ചെന്നൈയിൽ പോയിരുന്നു. ചെന്നൈയിലേക്ക് എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ അങ്ങ് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ മകന് ഒരു കുഞ്ഞുണ്ടായി എന്നവർ സന്തോഷ വാർത്ത പറയുവാൻ ഇടയായി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ മതവിശ്വാസങ്ങളിൽ ഞാനും നിങ്ങളും വളരെ ഗൗരവമുള്ളവരായിരിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. നെക്സ്റ്റ്, ദൈവം. നോക്കുക, ഡെഫിനിഷൻ ഓഫ് ഗോഡ്. ദൈവത്തെ കുറിച്ച് നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയുമോ? അതിന് ഉത്തരം ഞാൻ ആദ്യം പറയാം. ദൈവത്തെ കുറിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എങ്ങനെയാ ദൈവത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും പറ്റില്ല. എന്നാൽ ദൈവത്തെ കുറിച്ച് ധാരാളം പേര് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച്
നിർവചിക്കുവാനായിട്ട് ശ്രമിച്ചു. നോക്കൂ, തത്വശാസ്ത്രജ്ഞന്മാരിൽ ഒന്ന് രണ്ട് പേരുടെ പേര് ഞാൻ പറയാം. അരിസ്റ്റോട്ടിൽ. ഈ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആള് ദൈവത്തെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: എല്ലാ ജീവജാലങ്ങളുടെയും ആദ്യ അടിസ്ഥാനമാണ് ദൈവം. എല്ലാ ജീവജാലങ്ങളുടെയും ആദ്യ അടിസ്ഥാനമാണ് ദൈവം. ഇത് തത്വചിന്തകനായ ഫിലോസഫറായ അരിസ്റ്റോട്ടിൽ എഴുതി വെച്ച ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലിന്റെ ഡെഫിനിഷനാണ്. സ്പിനോസ എന്ന് പറയുന്ന മറ്റൊരു തത്വചിന്തകൻ ഇങ്ങനെ പറഞ്ഞു: പരമസത്തയും സാരാംശവും എല്ലാറ്റിനും എല്ലാ ആസ്തിക്യത്തിനും ഹേതുവായവനാണ് ദൈവം എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു. ഒത്തിരി പേര് അതിനെക്കുറിച്ച് പല രീതികളിൽ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പോൾ തന്നെ തിയോളജിയന്മാര്, എച്ച് സ്ട്രോങ് എന്ന് പറയുന്ന ഒരു തിയോളജിയൻ പറഞ്ഞത്, സകലത്തിൻ്റെയും കാരണഭൂതനും സഹായകനും അന്തവുമായ അനന്തനും സമ്പൂർണനുമായ ആത്മാവാകുന്നു ദൈവമെന്ന് എച്ച് സ്ട്രോങ് പറയുവാനിടയായി. ഞാൻ കുറച്ചുപേരുടെ പേര് പറഞ്ഞു, നിങ്ങളത് കേട്ടിരുന്നാലും മതി, പിന്നീട് ഒന്ന് കേൾക്കാമല്ലോ, യൂട്യൂബിൽ വീണ്ടും കേൾക്കാം. അപ്പോൾ നിങ്ങൾക്കത് ശരിയായി ഗ്രഹിക്കാനും കഴിയും. ആൻഡ്രൂ ഫുള്ളർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത്, എല്ലാറ്റിൻ്റെയും പ്രഥമ കാരണവും അന്ത്യത്തിന്റെ അന്തവുമാകുന്നു. ഇങ്ങനെ ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഇപ്പോൾ ഒരു വാക്കിലൊന്നും പറഞ്ഞാൽ ഗ്രഹിക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഈ മതവിശ്വാസങ്ങൾ രൂപീകരിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, വെസ്റ്റ് മിനിസ്റ്റർ അസംബ്ലി എന്ന് പറയുന്ന ഒരു അസംബ്ലി ഉണ്ടായിരുന്നു. അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. സത്യത്തിൽ ഇംഗ്ലീഷ് പാർലമെന്റ് ആണ് യഥാർത്ഥ മതവിശ്വാസം എന്താണെന്ന് അറിയുവാൻ ഒരു പ്രോട്ടസ്റ്റന്റ് തിയോളജിയന്മാരെ എല്ലാം കൂടെ ചേർത്ത് 17-ാം നൂറ്റാണ്ടിൽ 1643 മുതൽ 1653 വരെയുള്ള ഇയറുകളിൽ വെസ്റ്റ് മിനിസ്റ്റർ അസംബ്ലി കൂടുവാനിടയായി. ഈ വെസ്റ്റ് മിനിസ്റ്റർ അസംബ്ലിക്കകത്ത് അവരുടെ കാറ്റക്കിസം, വിശ്വാസ പ്രമാണം അവർ പറഞ്ഞു. അങ്ങനെ വെസ്റ്റ് മിനിസ്റ്റർ ഷോർട്ട് കാറ്റക്കിസത്തിൽ ദൈവത്തെക്കുറിച്ച് ഒരു നിർവചനം അവർ ഉണ്ടാക്കി. എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇതാണ് വെസ്റ്റ് മിനിസ്റ്റർ ഷോർട്ട് കാറ്റക്കിസത്തിൽ ദൈവത്തെക്കുറിച്ച് നൽകിയ നിർവചനം. ദൈവം ആത്മാവാണ്. അവന്റെ സത്തയിലും ജ്ഞാനത്തിലും ശക്തിയിലും വിശുദ്ധിയിലും നീതിയിലും ദയയിലും സത്യത്തിലും അനന്തനും നിത്യനും മാറ്റമില്ലാത്തവനുമാകുന്നു. ഞാനോ നിങ്ങളോ ഡിഫൈൻ ചെയ്തതല്ല, വെസ്റ്റ് മിനിസ്റ്റർ ഷോർട്ട് കാറ്റക്കിസം. അതിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, വെസ്റ്റ് മിനിസ്റ്റർ ഷോർട്ട് കാറ്റക്കിസം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇംഗ്ലീഷ് പാർലമെന്റിന്റെ നിയോഗപ്രകാരം 1643 മുതൽ 1653 വരെ വെസ്റ്റ് മിനിസ്റ്റർ അസംബ്ലി കൂടി. ആ അസംബ്ലിയിൽ വെച്ച് ഷോർട്ട് കാറ്റക്കിസം എന്ന് പറയുന്നത് ഫോർ ചിൽഡ്രൻ ആൻഡ് ബിഗിനേഴ്സ് എന്നാണ്. അപ്പൊ തന്നെ ലാർജർ കാറ്റക്കിസം ഉണ്ട്. അപ്പോൾ തന്നെ അതിന്റെ അടിസ്ഥാന മതവിശ്വാസങ്ങളുണ്ട്. എന്നാൽ ഞാൻ അതിൽ ഷോർട്ട് കാറ്റക്കിസത്തിന്റെ ഡെഫിനിഷനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയത്. ദൈവമാത്മാവാണ്. കേട്ടോ, ഇതൊന്ന് കാണാൻ പഠിക്കണം. God is a spirit, infinite, eternal and unchangeable in his being, wisdom, power, holiness, justice, goodness and truth. ഇംഗ്ലീഷ് പദങ്ങൾ കേട്ട് പേടിക്കേണ്ട, വളരെ നിസ്സാരമാണ്. ദൈവം ആത്മാവാണ്. അവന്റെ സത്തയിലും ജ്ഞാനത്തിലും ശക്തിയിലും വിശുദ്ധിയിലും നീതിയിലും ദയയിലും സത്യത്തിലും അനന്തനും നിത്യനും മാറ്റമില്ലാത്തവനുമാകുന്നു. സ്നേഹിതരെ, ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ മനസ്സിലായോ? ഇതാണ് ദൈവത്തെക്കുറിച്ച് അത് വെസ്റ്റ് മിനിസ്റ്റർ ഷോർട്ട് കാറ്റക്കിസം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ നമ്മളൊന്ന് കാണാതെ പഠിക്കണം. ഇത് എന്തായാലും നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങ് കാണാതെ പഠിക്കണം കേട്ടോ. ഞാനിത് ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ കാണാൻ പഠിച്ചതാ. God is a spirit, infinite, eternal and unchangeable in his being, wisdom, power, holiness, justice, goodness and truth. ദൈവം ആത്മാവാണ്.
അവന്റെ സത്തയിലും ജ്ഞാനത്തിലും ശക്തിയിലും വിശുദ്ധിയിലും നീതിയിലും ദയയിലും സത്യത്തിലും അനന്തനും നിത്യനും മാറ്റമില്ലാത്തവനുമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ചാപ്റ്റർ 2. ഒന്നാമത്തെ ചാപ്റ്ററോടെ ക്ലോസ് ചെയ്തു. ചാപ്റ്റർ നമ്പർ 2, ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് പഠിക്കേണ്ടത് 3 പാഠങ്ങളാണ്. ഒന്ന് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, അതാണ് ഇപ്പോൾ കാണുന്ന ഹെഡിങ്, എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. നോക്കൂ, ഇമ്പോർട്ടന്റ് ആർഗ്യുമെന്റ്സ്. എന്താണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച്, ദൈവത്തിന്റെ അസ്തിത്വത്തിന്റെ കുറെ തെളിവുകൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കൂ. അതായത് ദൈവവിശ്വാസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന്റെ ആസ്തിക്യത്തെ കുറിച്ചുള്ള തെളിവുകൾ, ഇമ്പോർട്ടന്റ് ആയ ചില ആർഗ്യുമെന്റ്സ് മാത്രം ഞാൻ പറയാം. ഒരു 5-6 ആർഗ്യുമെന്റ്സ് പറയും. ജസ്റ്റ് ഒരു ഗ്ലാൻസ് ത്രൂ എന്താണെന്നൊന്ന് പറയാം, ഒന്ന് ബ്രീഫ് ചെയ്തു പോകുന്നത് മാത്രം. എന്താണെന്നൊന്ന് അറിയുക എന്നുള്ളത് മാത്രമാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയും. സൃഷ്ടിശാസ്ത്രവാദം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രവാദം എന്ന് മലയാളത്തിൽ പറയാം. എന്താണ് ഈ ഭൂമിശാസ്ത്രവാദം? ഒന്നുമില്ലായ്കയിൽ നിന്നും ഒന്നും തനിയെ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ വാദം പറയുന്നത്. ഒന്നുമില്ലായ്കയിൽ നിന്ന് ഒന്നും തനിയെ ഉണ്ടാകുന്നില്ല. പ്രപഞ്ചത്തിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രത്തിന് ഇതൊന്നും ഉത്തരം തരാനായിട്ട് കഴിയില്ല പ്രിയരെ. എന്നാൽ ഈ കാരണം ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സകലവും കാരണത്താൽ ഉളവാകും. സൃഷ്ടിക്കൊരാദ്യ കാരണം വേണം, അത് ദൈവമാണ്. സങ്കീർത്തനം 19:1 നമുക്കറിയാമല്ലോ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇത് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ സൃഷ്ടിശാസ്ത്രവാദം. ഇത് ഏറ്റവും പ്രാധാന്യതയുള്ള പ്രധാന തെളിവുകൾ ഒന്നാണ്. നാം ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും തനിയെ ഉണ്ടായതല്ല, ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം ദൈവമാണ്. ആ വിശ്വാസമാണ് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. നമ്പർ 2, രണ്ടാമത്തേത് ടീലിയോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലക്ഷ്യവാദം, ടീലിയോളജിക്കൽ ആർഗ്യുമെന്റ്. അതായത് ടീലിയോസ് എന്ന ഗ്രീക്ക് വാക്കിന് ഡിസൈൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഡിസൈൻ, DESIGN, ഡിസൈൻ, അന്തിമ രൂപം. അപ്പം പ്രപഞ്ചത്തിൽ ക്രമവും ചട്ടവും നിറം, വലിപ്പം, ബലം എന്നിവ ഓരോ വസ്തുവിനും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഇവയെല്ലാം യാദൃശ്ചികമല്ല. ഇതിനെല്ലാം പിന്നിൽ ഒരു നിയന്ത്രണ ശക്തി ഉണ്ട്. ഓരോന്നും അതാത് ഓർബിറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളിന്ന് പഠിക്കുന്നു ഈ ഗാലക്സിയെ കുറിച്ചൊക്കെ, നമ്മൾ സ്കൂളുകളിൽ കോളേജിലൊക്കെ പഠിക്കുന്നു. ഇത് മുഴുവൻ അതാത് ഓർബിറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. ഇതൊന്നും വെറുതെ പോകുന്നതല്ല. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു പരാശക്തിയുണ്ട്. ആ പരാശക്തിക്കാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. സർവസൃഷ്ടിയും ക്രമത്തോടും ലക്ഷ്യത്തോടും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു ബുദ്ധിമാൻ ഇതിന് പിന്നിലുണ്ട്, ഒരു ഡിസൈനർ വേണം, അത് ദൈവമാണ്. റോമർ 1:20 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം സകലതും സൃഷ്ടിക്കുവാൻ ഒരുവൻ അനിവാര്യമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് വിശുദ്ധ ബൈബിൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, നമ്പർ 2 ടീലിയോളജിക്കൽ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ സൃഷ്ടിശാസ്ത്രവാദം, അല്ലെങ്കിൽ രൂപരേഖാവാദം എന്ന് പറയാം. രൂപരേഖാവാദം അല്ലെങ്കിൽ ലക്ഷ്യവാദം, രൂപരേഖാവാദം. നമ്പർ 3, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ. മൂന്നാമത്തേത് ആന്ത്രോപോളജിക്കൽ വാദം എന്ന് പറയും. ആന്ത്രോപോളജി എന്താണ്? ആന്ത്രോപോളജി നമ്മൾ ഇനി പഠിക്കാൻ പോവുക. ആന്ത്രോപോളജി എന്ന് പറയുന്നത് നരവംശാസ്ത്രം, മനുഷ്യവാദം അല്ലെങ്കിൽ മോറൽ ആർഗ്യുമെന്റ്. എന്താണ് ഈ
ധാർമ്മികവാദമെന്നും ഇതിന് പറയാം. ആന്ത്രോപോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നു, മോറൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നു, മലയാളത്തിൽ ധാർമ്മികവാദം എന്ന് പറയുന്നു. ഏത് മനുഷ്യനും ഒരളവിൽ ധാർമ്മിക ബോധം ഉള്ളവർ തന്നെയാണ്. ധാർമ്മികത ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഉലകത്തിലില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ പെട്ട് ചിലർ കുറ്റവാളികളായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരും സമൂഹത്തിൽ നല്ലവരാകാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. യഥാർത്ഥ മനുഷ്യൻ നല്ല മനസ്സാക്ഷി പാലിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു ധാർമ്മിക വ്യക്തിത്വം എല്ലാ മനുഷ്യരിലും ഉണ്ട്. നോക്കൂ, മനുഷ്യൻ ബോധമുള്ളവനാണ്, മനസാക്ഷിയുള്ളവനാണ്. നന്മ, തിന്മ, നീതി, അനീതി എന്നിവ തിരിച്ചറിയുന്ന മൂല്യബോധം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. സഭാപ്രസംഗി 3:1 ദൈവം നിത്യതയെയും മനുഷ്യ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നുവെന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, അവന്റെ ഹൃദയത്തിൽ നിത്യതയും കൂടെ വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ വളരെ ധാർമ്മികവാദത്തിൽ, മോറൽ ആർഗ്യുമെന്റിൽ, ആന്ത്രോപോളജിക്കൽ ആർഗ്യുമെന്റ് നാം നോക്കൂ. നമ്പർ 3, 4ാമത്തെ കാര്യമാണ് ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയും. ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ സങ്കല്പവാദം എന്ന് മലയാളത്തിൽ പറയുന്നു. അപ്പോൾ തന്നെ ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് എന്നുള്ളതിന് നോക്കൂ, ദൈവം എന്ന് പറഞ്ഞാൽ അതിലും മഹത്തായ, ആരും ചിന്തിക്കാനാവാത്ത ഒരുവൻ. ദൈവമാണ് ഏറ്റവും വലുത്. ദൈവം സങ്കല്പത്തിൽ മാത്രമല്ല യാഥാർത്ഥ്യത്തിലുമുള്ളവനാണ്. ഒരു യാഥാർത്ഥ്യബോധം നമുക്ക് നൽകിത്തരുന്നു. തീർച്ചയായും ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് 4ാമത്തെ ആർഗ്യുമെന്റ്. നമ്പർ 3 ആന്ത്രോപോളജിക്കൽ. നമ്പർ 4 ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്. നമ്പർ 5 ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അപകടം സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കോട്ടയുണ്ടാക്കി തുടങ്ങിയില്ലേ? ദൈവം എന്ത് ചെയ്തു? ഭാഷ കലക്കി കളഞ്ഞു. ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കിയില്ലേ? അപ്പൊ മനുഷ്യരാശിയുടെ ചരിത്രവും അനുഭവങ്ങളും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ തെളിവാണ്. പ്രവർത്തികൾ 14:17 സാക്ഷ്യം കൂടാതെ നിന്നില്ല, നല്ലത് ചെയ്തു, മഴയും വിളയും തന്നു എന്നൊക്കെ പറഞ്ഞ അപ്പോസ്തല പ്രവർത്തികളിൽ ആകാശത്ത് നിന്ന് നന്മയും സകലതും ഉലകത്തിൽ ചെയ്തു എന്ന് പറയുന്ന ആ വാദം, അതാണ് ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ്. നമ്പർ 6 വിശ്വാസവാദം അല്ലെങ്കിൽ ഫെയ്ത്ത് ആർഗ്യുമെന്റ് എന്ന് പറയും. മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. വ്യക്തിപരമായ ആത്മീയ അനുഭവങ്ങൾ ദൈവത്തിന്റെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്നു. എബ്രായലേഖനം 11:6 നമ്മൾ നേരത്തെ വായിച്ചു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പൊ ഇങ്ങനെ 6 ആർഗ്യുമെന്റുകളാണ് ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച്, ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച്, ദൈവത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന 6 വാദങ്ങളാണിത്, അല്ലെങ്കിൽ ആർഗ്യുമെന്റുകൾ. ശ്രദ്ധിക്കൂ. ചാപ്റ്റർ 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ എന്തൊക്കെയാണ്? ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ. അപ്പൊ നോക്കൂ, തിയോളജി എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഞാൻ ഈ ചാപ്റ്ററിലേക്ക് ചേരുന്നതിന് മുൻപ് ഒരു വാക്കൊന്ന് പറയാം. ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ ഞാൻ ഒരിക്കലും ബൈബിൾ കോളേജിൽ 25 ഡെഫിനിഷൻ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് 26 ഷോർട്ടർ കാറ്റക്കിസവും കഴിഞ്ഞ് 26ാമത് ഒരു ഡെഫിനിഷൻ കൂടെ എഴുതി കൊടുത്തു. അതെന്താ എഴുതിയെന്നറിയാമോ? ഞാൻ പറഞ്ഞു, എഴുതുക. ഇങ്ങനെയാ പറഞ്ഞത്, അൺഡിഫൈൻഡ് സബ്സ്റ്റൻസ് ഈസ് ഗോഡ്. ആർക്കും നിർവചിക്കാൻ കഴിയാത്ത ഒരുവനാണ് ദൈവം. ദൈവത്തെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. ദൈവത്തെ നമുക്ക് നിർവചിക്കാൻ കഴിഞ്ഞാൽ നമ്മളാണ് ദൈവത്തെക്കാൾ വലുത്. എന്നാൽ ഷോർട്ടർ കാറ്റക്കിസം ഞാൻ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള നിർവചനങ്ങൾ ഒക്കെ നടക്കുന്നു. ചാപ്റ്റർ 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മളൊന്ന് നോക്കുക. എന്താണ് ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ? നമ്പർ 1 2 types ഓഫ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. 2 തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളാണ് ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, ഏതാണ് ഈ 2 തരം? 1 പങ്കിടാനാകാത്ത ഗുണങ്ങൾ, ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും.
ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓർ അൺകംപയറബിൾ ആട്രിബ്യൂട്ട്സ്, എല്ലാ മീനിങ് ഒന്ന് തന്നെ. പങ്കിടാനാകാത്ത ഗുണങ്ങൾ. അപ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യം പങ്കിടാനാവുന്ന ഗുണങ്ങൾ, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. അപ്പൊ പങ്കിടാനാകാത്ത ഗുണലക്ഷണങ്ങളുമുണ്ട്, പങ്കിടാനാവുന്ന ഗുണലക്ഷണങ്ങളുമുണ്ട്. നോക്കൂ, തിയോളജി ക്ലാസ് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാം. ഈ നമുക്കെല്ലാം ദൈവമാകാൻ കഴിയും, പക്ഷേ ദൈവത്തിന്റെ ഈ ഗുണലക്ഷണങ്ങൾ നമ്മിൽ ഉണ്ടാവണം. ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവമാകാം. ദൈവത്തിന് ഗുണലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവമാകാൻ സാധ്യവുമല്ല. അങ്ങനെയാണ്. എന്താണ് ഗുണലക്ഷണങ്ങൾ? നമുക്ക് നോക്കാം. ഓക്കെ, പങ്കിടാനാകാത്ത ഗുണലക്ഷണങ്ങൾ, ഇൻകമ്മ്യൂണിക്കബിൾ ഓർ അൺകംപയറബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. നോക്കൂ, നമ്പർ 1, എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. സ്വയാസ്തിക്യമുള്ളവനാണ് നമ്മുടെ ദൈവം. സ്വയംഭൂവാണെന്ന്, അതാണ് സെൽഫ് എക്സിസ്റ്റൻസ്. സ്വയംഭൂവാണ് ദൈവം. ആരും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതല്ല ദൈവത്തെ. ദൈവം സ്വയമായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. സെൽഫ് എക്സിസ്റ്റന്റ് ഗോഡ്. നോ. രണ്ടാമത് കൊടുത്തു, ദൈവത്തിന്റെ ആരംഭം അവസാനമില്ല. ആദ്യന്തവിഹീനനാണ് ദൈവം. അതാണ് പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയക്കുന്നു. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? I am that I am. No, I am that I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. മോശയോട് ദൈവം പറയുക. കോണ്ടക്സ്റ്റ് നിങ്ങൾക്കറിയാം. 40 വർഷം മോശ അതെ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നു. അടുത്ത 40 വർഷം മരുഭൂമിയിൽ വളർന്നു, ആടുകളെ മേയിച്ചോണ്ട്. ആ 40 വർഷം തീരുമ്പോൾ, അതായത് ഇപ്പൊ 80 വയസ്സ് പ്രായമായി. 80ാമത്തെ വയസ്സിലാണ് മുൾപ്പുറപ്പ് കത്തുന്നതും അപ്പോൾ തന്നെ മുള്ളുകൾ വേകാതിരിക്കുന്നതും കണ്ടു. അന്നേരമാണ് അടുത്തോട്ട് എന്നപ്പോൾ പറഞ്ഞു, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകയാൽ കാലിന് ചെരുപ്പൂരിക്കളയാൻ പറഞ്ഞു. കാലിന് ചെരുപ്പൂരുമ്പോൾ പറയുന്ന വാക്കുകൾ പലതാണ്. ഫറവോന്റെ മുമ്പിൽ നിന്ന് എന്റെ ജനത്തെ ഞാൻ എന്നെ ആരാധിക്കാൻ വിട്ടയക്കാൻ പോകുകയാ, ഞാൻ നിന്നെ കണ്ടിരിക്കും, നീ പോകാൻ പറഞ്ഞു. അപ്പോഴാണ് ചോദിച്ചത്, നിന്റെ പേരെന്താണ്? എന്നോടൊന്ന് പറയാമോ? ഫറവോൻ എന്നോട് ചോദിക്കും, ആരാണ് നിന്നെ അയച്ചത്? ഞാൻ പറയണ്ടേ? വാട്ട് ഈസ് യുവർ നെയിം? എന്താ പേര്? നീ എന്റെ പേര് ചോദിക്കുന്നുവോ? കൊള്ളാം. പറഞ്ഞ പേരാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയക്കുന്നു. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? 1, സെൽഫ് സഫിഷ്യന്റ് ഗോഡ്. 2, സെൽഫ് എക്സിസ്റ്റന്റ് ഗോഡ്. 3, ഇമ്മ്യൂട്ടബിൾ ഗോഡ്. മാറ്റമില്ലാത്തവനാണ് ഞാൻ. ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയക്കുന്നു. ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കില്ല. നമ്പർ 2, സ്പിരിച്വാലിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാണ്. നമ്മൾ നമ്മുടെ ഡെഫിനിഷനിൽ പഠിച്ചു, ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ദൈവം ആത്മാവാണ് കേട്ടോ. ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവം ആത്മാവാണ്. മനുഷ്യരൂപത്തിലും ഭൗതിക രൂപത്തിലും ബന്ധിക്കപ്പെടുന്നില്ല. സർവവ്യാപകനായി ആത്മീയനായി തന്നെ നിലകൊള്ളുന്നു, അഥവാ ആത്മാവായി നിലകൊള്ളുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകും. നമുക്കിതൊന്നും പങ്കിട്ടെടുക്കാൻ കഴിയുന്ന സ്വഭാവങ്ങളല്ല എന്നുള്ള കാര്യം നമ്മൾ ഒന്നുകൂടെ ഈ സമയം ഓർക്കുക. നമ്പർ 3, അനന്തത്വം അഥവാ ഇൻഫിനിറ്റി ഓഫ് ഗോഡ്. ദൈവം അനന്തനാണ്. ദൈവം അനന്തനാണ്. അനന്തൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആർക്കും അറിയത്തില്ലാത്തത്? ദൈവം അനന്തനാണ്. ദൈവം ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റ് ഗോഡ്. ഒരിക്കലും ദൈവത്തിന് അതെ അന്തമില്ല, പരിധിയില്ലാത്തവൻ. സ്ഥലത്തിനോ സമയത്തിനോ അറിവിനോ ശക്തിക്കോ എല്ലാം അനന്തമായി നിറഞ്ഞു നിൽക്കുന്നവനാണ് ഈ ദൈവം. അതാണ് ഇൻഫിനിറ്റ് ഗോഡ്. അല്ല, ഇൻഫിനിറ്റി ഓഫ് ഗോഡ് എന്ന്
പറയുന്നത് നൗൺ ഫോമിലായതുകൊണ്ട് അനന്തത്വം. നമ്പർ 4, നിത്യത്വം, ഇറ്റേണിറ്റി ഓഫ് ഗോഡ്. ദൈവം നിത്യനാണ്. ദൈവം നിത്യനാണ്. ദൈവം ആദ്യം തുടക്കമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, ആദിയും അന്തവും ആകുന്നവനെന്ന് വെളിപ്പാട് 1:8 എഴുതിയിരിക്കുന്നു. ഈസ് ദി ബിഗിനിങ് ആൻഡ് എൻഡ്, ആൽഫ ആൻഡ് ഒമേഗ. ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞതിനർത്ഥം, ആൽഫ എന്ന് പറയുന്നത് ഗ്രീക്ക് ലെറ്ററിന്റെ ആദ്യത്തെ ലെറ്റർ, ഒമേഗ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയുടെ അവസാനത്തെ ലെറ്റർ. ആൽഫ ആൻഡ് ഒമേഗ, അതാ അവിടെ പറഞ്ഞത്. ആദിയും അന്തവുമാകുന്നു, അവൻ ആൽഫയും ഒമേഗയുമാകുന്നു. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ നിത്യത്വം. 5-ാമത്തെ കാര്യം, ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന് മാറ്റമില്ല, ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. നോക്കിക്കേ, യാക്കോബിന്റെ ലേഖനത്തിനകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നിഴലുകൾ മാറുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കുന്നവനല്ല ദൈവം. ദൈവത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. ദൈവം ദൈവമാണ് പ്രിയരെ. ഹിസ് അൺചേഞ്ചബിൾ ഗോഡ്. ഒരിക്കലും മാറ്റം സംഭവിക്കാത്തവനാണ് നമ്മുടെ ദൈവം. വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാ. ദൈവത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ്. നമ്പർ 6 എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് നോക്കുക. സർവജ്ഞത ഉണ്ടോ? ഒമിനീഷ്യന്റ് ഓഫ് ഗോഡ്. ദൈവം എല്ലാം അറിയുന്നവനാണ്. സർവജ്ഞത മീൻസ് സർവജ്ഞാനിയാണ് ഈ ദൈവം. സർവജ്ഞാനിത്വം എനിക്കോ നിങ്ങൾക്കോ പകർത്തിയെടുക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. ദൈവം സർവജ്ഞാനിയാണ്. ദൈവം എല്ലാം അറിയുന്നു. ഭാവി, വർത്തമാനം, ഭൂതം എല്ലാം വ്യക്തമായി അറിയുന്നു. സങ്കീർത്തനം 139 എന്ന ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു, ഇരിക്കുന്നത് കേൾക്കുന്നത് നീ അറിയുന്നു. തീർന്നില്ല, എന്റെ നിരൂപണങ്ങൾ പോലും ദൂരവേ എന്ന് നീ ഗ്രഹിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതകരമാകുന്നു. ദൈവത്തിന്റെ സർവജ്ഞാനിത്വം. Then number 7, ദൈവം സർവവ്യാപിയാണ്. Omni presence of God. No, God is present in everywhere. ദൈവം എല്ലായിടത്തും സന്നിഹിതനാണ്. മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലും വിശ്വാസത്തിന്റെ അതേ അറ്റത്തും എല്ലാം ഈ ദൈവം വസിക്കുന്നവനാണ്. ദൈവം സർവവ്യാപിയാണ്. നോക്കണം, ഇതാ നമ്മുടെ അപ്പോസ്തലപ്രവൃത്തി പഠിച്ചു വരുമ്പോൾ സ്തേഫാനോസ് പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരൊറ്റ പ്രസംഗം നേരെ അബ്രഹാം മുതൽ ഇങ്ങോട്ട് പ്രസംഗിച്ചു വന്നിട്ട് ശലോമോനിൽ വന്നു. ശലോമോൻ ഒരു ദൈവാലയം പണിതു എന്ന് ഇദ്ദേഹം പ്രസംഗിച്ചു. ഇദ്ദേഹം പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ശലോമോൻ പണിത ദൈവാലയം അതിമനോഹരമായിരുന്നു, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് അടുത്ത വാക്കിൽ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ദൈവാലയത്തിൽ ഒതുങ്ങുന്നവനല്ല. സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവുമായിരിക്കും എന്ന് സ്തേഫാനോസ് പ്രസംഗിച്ചപ്പോഴാ അവര് കലിതുള്ളിയതും കല്ലെറിഞ്ഞ് കൊന്നതും ഒക്കെ അതുകൊണ്ടാ. നോക്കണം, നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്, നമ്മുടെ ദൈവം സർവവ്യാപിയാണ്. Then number 8, നമ്മുടെ ദൈവം സർവശക്തനാണ്. സർവശക്തൻ, omnipotence of God. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ലൂക്കോസ് 1:37 എഴുതിയിരിക്കുന്നത്, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. ലോക സൃഷ്ടി, രക്ഷ, ന്യായവിധി എല്ലാം ദൈവത്തിന്റെ ശക്തിയാൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, 9-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോളിനെസ് ഓഫ് ഗോഡ്. ദൈവം പരിശുദ്ധനാണ്. ദൈവം പാപരഹിതനാണ്. ദൈവം നിർമ്മലനാണ്. അവന്റെ പരിശുദ്ധി മനുഷ്യനെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുന്നു. നമ്പർ 10,
സോവറിനിറ്റി ഓഫ് ഗോഡ്. ദൈവം സോവറിനാണ്. ദൈവം സർവാധിപതിയാണ്. സകലത്തിന്റെയും മേലുള്ള പരമാധികാരിയാണ് ദൈവം എന്ന സത്യം ഓർക്കൂ. 11 യൂണിറ്റി ഓഫ് ഗോഡ്. ദൈവം ഒരേ ഒരാളാണ്. ദൈവം വിഭജിക്കപ്പെടുന്നില്ല. സ്വഭാവത്തിലും ഗുണത്തിലും വൈരുദ്ധ്യങ്ങളില്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഞാൻ പറയട്ടെ, ദൈവവചനത്തിലെ വലിയ മർമ്മമാണ് ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിസാരമായി നിങ്ങൾ തള്ളിക്കളയരുത്. നമ്മുടെ ദൈവം ആരാണ് എന്നൊന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇനി നമുക്ക് പകർത്തിയെടുക്കാവുന്ന സ്വഭാവ വിശേഷങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം ഞാൻ ഇപ്പോഴാ സമയം നോക്കിയത്, കൃത്യം 10 മണിയായി. അങ്ങനെയെങ്കിൽ ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, എത്ര ഗൗരവമേറിയ ഒരു പാഠമാണ് നമുക്ക് വേണ്ടിയത്. നമ്മുടെ ദൈവം ആരാണ്? കണ്ടോ, ഏകത്വമുള്ളവനാണ്. നമ്മുടെ ദൈവം ആരാണ്? ദൈവം സോവറിൻ ഗോഡാണ്. നമ്മുടെ ദൈവം ആരാണ്? അവൻ പരിശുദ്ധനായ ദൈവമാണ്. നമ്മുടെ ദൈവം ആരാണ്? അതെ, ഇതിന്റെ പുറയിലത്തെ ഭാഗം ഓമിനി പ്രസൻസ് ആണ്, ഓമിനി പൊട്ടൻസ് ആണ്, ഓമിനീഷ്യന്റ് ആണ്. തീർന്നില്ല. നമ്മുടെ ദൈവം ആരാണ്? കണ്ടോ, താൻ ഇൻഫിനിറ്റ് ആണ്, താൻ ഇറ്റേണിറ്റി ഉള്ളവനാണ്, ഇമ്മ്യൂട്ടബിലിറ്റി ഉള്ളവനാണ്. നമ്മുടെ ദൈവം ആരാണ്? നിങ്ങൾ ശ്രദ്ധിക്കൂ, എക്സിസ്റ്റൻസ് ഓഫ് സ്വയംഭൂവാണ്, അവൻ ആത്മാവാണ്. ഇതൊന്നും നമുക്കാർക്കും പകർത്തിയെടുക്കുവാൻ കഴിവുള്ളതല്ല. ഇത്ര വലിയ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. ഇനിയും പങ്കിടാൻ ആവുന്ന, ഇതിനകത്ത് രണ്ടാമത്തെ, പങ്കിടാനാവുന്ന ഗുണലക്ഷണങ്ങൾ, ദൈവത്തിന്റെ പേരുകൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഓവർ ടു ലാലു സാർ. ആർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കുവാൻ ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. നമ്മുടെ ദൈവത്തെ പറ്റി ഒന്നുകൂടെ കേൾപ്പാൻ, തന്റെ ഗുണഗണങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. അവസാനം പ്രാർത്ഥനയോടെ കർത്താവിന്റെ ദാസന്റെ ഷാജി കെ ഡാനിയൽ പാസ്റ്റർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആശീർവാദം പറയും. ഞാൻ എന്നും ഓരോരുത്തരുടെ പേര് പറയും. ഇന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ അതിനുശേഷം കർത്താവിന്റെ ദാസൻ ആശീർവാദം പറയും. ഹല്ലേലൂയ. സ്തോത്ര 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 സ്തോത്രം കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്ര ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ, നന്ദി ഹൃദയത്തോട് തിരുനാമത്തെ സ്തുതിക്കുന്നു. സ്തോത്ര സ്വർഗ്ഗസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവെ അവിടുത്തെ ബോധബാധപ്പെടുത്ത കർത്താവെ, കടന്നു വരാത്തക്കൊണ്ണം കർത്താവ് തന്ന കൃപയ്ക്കാറ്റ് അതിനോട് സ്തുതിക്കുന്ന അപ്പാ. സ്തോത്ര ഹല്ലേലൂയ കർത്താവെ, അങ്ങേ അറിയാൻ തക്കവണ്ണം കർത്താവെ, കൂടുതൽ കർത്താവെ അങ്ങ് അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഒരുക്കുന്ന ഈ സമയത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, അവിടുത്തെ ദാസന കർത്താവ് ഇതിനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നതായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ കർത്താവെ, പഠിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളും കർത്താവ് ഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവ് ഉയർത്തലെ ജ്ഞാനം കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ കർത്താവെ. സ്തോത്ര സ്തോത്ര ഹല്ലേലൂയ കർത്താവെ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ അഭിഷേകത്തെ ശക്തി ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഹല്ലേലൂയ കർത്താവ് നല്ലൊരു രൂപാന്തരം നൽകി കർത്താവെ. സ്തോത്രം, അങ്ങേക്ക് കുടുംബം കർത്താവ് മാനപാത്രമായി തീരുവാത്തക്കവണ്ണം കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ കർത്താവേ, കോളേജ് കർത്താവെ സ്തോത്രം ഇതിനായിട്ട് ഉപയോഗിച്ചതിനായിട്ട് കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്ന അപ്പ. സ്തോത്ര ഹല്ലേലൂയ കർത്താവ്, ഇതിലേക്ക് കടന്നു വരുന്ന കർത്താവ് എല്ലാ ദേവദാസന്മാരെ കർത്താവ് ഒരിക്കൽ കൂടി ഓർത്ത് 5 ദേവദാസന്മാരെയും കർത്താവ് അവിടുത്തെ കരങ്ങളിലോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആത്മീയ മർമ്മങ്ങൾ കർത്താവ് പഠിപ്പിക്കാത്തക്കാണ് സ്വർഗ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. സ്തോത്ര ഹല്ലേലൂയ കർത്താവ്, നന്ദിയോട് സ്തോത്രം. ലാലു പാസ്റ്റിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്രം കർത്താവ്, ലാലു പാസ്റ്റിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്ര ഹല്ലേലൂയ, രണ്ടുപേരും സ്വർഗം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് സ്തോത്ര ഹല്ലേലൂയ കർത്താവ്. കടന്നു വന്ന എല്ലാ ദേവദാസന്മാരും കർത്താവ്, ഞങ്ങൾ എല്ലാവരും കർത്താവ് ഒരേപോലെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടായി സ്തോത്രം. മാനുമാത്ര സ്വർഗത്തിൽ അപ്പനെടുക്കണം. സർവശക്തനായ കർത്താവ് ഈശോന്റെ വിലയേറിയ നാമത്തെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം കടന്നു വന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനോട് നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായി, വളരെ ഡീറ്റെയിൽഡായി ഈ വചനം പഠിപ്പിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളെല്ലാം അനുഗ്രഹമായി തീരുവാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയെ നമ്മളെ സൂക്ഷിക്കട്ടെ. നാളത്തെ നമ്മുടെ
ചാപ്പൽ സർവീസിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കടന്നു വരിക. നമുക്ക് ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരോട് കൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടുകൂടെ ഇന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളോടും കൂടെ ഇന്ന് മുതലേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തേശ്വരൻ എന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അങ്ങ് വരണമേ. God bless you. Have a blessed night. ആമേൻ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് നമ്മുടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് 8 മണിക്ക്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസൻ കാനഡയിൽ നിന്ന് ജോയിൻ ചെയ്ത ഫെർണാണ്ടസ് ബ്രദറിനും ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങൾ കാണിക്കുന്ന എല്ലാ താങ്ക് യു. നാളെ എല്ലാവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. I don't know if